ജിഷ്ണുവിന്റെ അമ്മ ഡിജിപിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രശ്നം സൃഷ്ടിച്ചത് കൂട്ടത്തിൽ നുഴഞ്ഞുകയറിയവരെന്ന് മുഖ്യമന്ത്രി. കൂടുതൽ വിവരങ്ങളുമായി എം.ആർ. സജേഷ് ചേരുന്നു. സജേഷ്, ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്? സ്വാമി, ജിഷ്ണു പ്രണോയിയുടെ അമ്മയുടെ വികാരം പൊതുസമൂഹമാകെ മനസ്സിലാക്കുന്നു. പൊതുസമൂഹമാകെ മനസ്സിലാക്കുന്നുണ്ട്. ഇന്ന് രാവിലെ ജിഷ്ണു പ്രണോയിയുടെ അമ്മ DGP ഓഫീസിന് മുന്നിൽ എത്തിയിരുന്നു. 6 പേരോട് DGPയെ കണ്ട് സംസാരിക്കാനുള്ള അനുവാദവും നൽകിയിരുന്നു. എന്നാൽ ഈ ബന്ധുക്കളോ കുടുംബാംഗങ്ങളോ അല്ലാത്ത മറ്റു ചിലരും ഈ 6 പേർക്ക് ഒപ്പം പിന്നീട് കൂടി. അതിൽ BJP-ക്കാരുണ്ട്, SUCI-ക്കാരുണ്ട്, നേരത്തെ വിവാദങ്ങളിൽപ്പെട്ട ഒരു സന്യാസിയുണ്ട്. ഈ സാഹചര്യത്തിലാണ് കുടുംബാംഗങ്ങളും അമ്മയും മാത്രം അകത്ത് പ്രവേശിക്കാൻ DGP ആവശ്യപ്പെട്ടത്. എന്നാൽ അതിന് അവർ തയ്യാറായില്ല. ആ സാഹചര്യത്തിലാണ് നീക്കം ചെയ്തിട്ടുള്ളത്. എന്നാൽ ഈ സംഭവത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന് പരിശോധിക്കാൻ IG മനോജ് എബ്രഹാമിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മനോജ് എബ്രഹാം ഇക്കാര്യം അന്വേഷിച്ചു വരികയാണ്. റിപ്പോർട്ട് വരട്ടെ, മറ്റു കാര്യങ്ങൾ പിന്നീട് നോക്കാം. അതോടൊപ്പം തന്നെ DGP പേരൂർക്കട ആശുപത്രിയിലെത്തി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തന്നെ ജിഷ്ണു പ്രണോയിയുടെ അമ്മയെ കണ്ടിട്ടുണ്ട്. അമ്മയെ കണ്ട സാഹചര്യത്തിൽ DGPയോട് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് ജിഷ്ണു പ്രണോയിയുടെ അമ്മയായിട്ടുള്ള മഹിജ പറഞ്ഞു. ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ കാത്തിരിക്കുകയാണെന്ന് DGPയും അവർക്ക് മറുപടി നൽകിയിട്ടുണ്ട്. DGPയുമായി സംസാരിക്കട്ടെ, DGPയും ജിഷ്ണു പ്രണോയിയുടെ അമ്മയുമായി സംസാരിക്കട്ടെ, അതിനുശേഷം മറ്റു കാര്യങ്ങളെന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. സ്വാമി, എം.ആർ. സജേഷ് ആണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. ജിഷ്ണുവിന്റെ അമ്മയടക്കമുള്ള ബന്ധുക്കളെ പോലീസ് തടഞ്ഞ സംഭവത്തിൽ SUCI നേതാവ് ഷാജിർ ഖാൻ ഉൾപ്പെടെ 4 പേർക്കെതിരെ കേസ്. ബന്ധുക്കൾക്കെതിരെ കേസില്ല. പുറത്തുനിന്നുള്ളവർ സമരത്തിൽ നുഴഞ്ഞുകയറിയതായി DGPയുടെ ആരോപണം ശരിവെച്ച് ബന്ധുക്കളും നാളെ സംസ്ഥാനത്ത് BJP UDF ഹർത്താൽ